ജിജീഷ്, കൊച്ചിയിൽ എങ്ങനെയുണ്ട് ഇന്ധനവില കുറച്ചതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളും ഇന്ധന വിലയിൽ തങ്ങളുടേതായ കുറവ് വരുത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഇവിടെ സെസ് ഏർപ്പെടുത്തുന്ന സാഹചര്യമാണ് നേരത്തെയൊക്കെ കണ്ടത്. അതുകൊണ്ട് തന്നെ 2 രൂപ കേന്ദ്ര സർക്കാർ കുറച്ചതിൻ്റെ ഗുണമല്ലാതെ മറ്റെന്തെങ്കിലും കുറവുകൾ കേരളത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്ങനെയാണ് കൊച്ചിയിലെ ജനങ്ങൾ ഇന്ധനവില കുറച്ച നടപടിയോട് പ്രതികരിക്കുന്നത്? ഉമേഷ്, 2 രൂപയാണ് കുറഞ്ഞതെങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം എന്ന നിലയിൽ തന്നെയാണ് അവർ കാണുന്നത്. എന്നാൽ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സെസ് സംസ്ഥാന സർക്കാർ അത് നികുതികൾ കുറക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ 2% നികുതിയിൽ കുറവ് വരുത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ വിലയിൽ കാണാൻ കഴിയും. എന്നാൽ ഈ 2 രൂപ കുറവ് അതുപോലും ഒരു ആശ്വാസമാണ് എന്ന രീതിയിൽ തന്നെയാണ് പൊതുവെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. ഇപ്പോൾ വില പെട്രോളിന് കൃത്യമായി കൊച്ചിയിലെ വില നമുക്ക് ഒന്നുകൂടെ പറയുമ്പോൾ 105 രൂപ 45 പൈസയും ഒപ്പം തന്നെ ഡീസലിന് 94 രൂപ 45 പൈസയുമാണ് വില. നേരത്തെ 107 രൂപ 63 പൈസയും ഒപ്പം 96 രൂപ 56 പൈസയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 2 രൂപ മാത്രമല്ല 2 രൂപ 18 പൈസയുടെ വരെ ഒരു വ്യത്യാസം ഈ കൊച്ചിയിലെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പെട്രോളിന് 2 രൂപയുടെ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ കാണുന്നു? ഇന്ന് 6 മണി മുതൽ അത് പ്രാബല്യത്തിൽ വന്നു. ആളുകൾ നല്ല കാര്യം, ഇനി കുറയട്ടെ. വലിയൊരു ആശ്വാസമല്ലേ? അതെ അതെ അതെ, നല്ല ആശ്വാസമാണ്. പക്ഷേ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്ത് ഇതുവരെ അതിൻ്റെ നികുതി കുറയ്ക്കാൻ, സെസ് കുറയ്ക്കാൻ സർക്കാർ തയ്യാറായില്ല. അത് കൂടെ ആകുമ്പോൾ വലിയൊരു ആശ്വാസം നമുക്ക് വരില്ലേ? അത് ശരിയാണ്. അങ്ങനെ പ്രാബല്യത്തിൽ വരട്ടെ, എന്നാലേ നമുക്ക് ഡെയിലി ട്രാവലിംഗ് ഉള്ളതല്ലേ, നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. കുറഞ്ഞാൽ അത്രയും നല്ലത്. അതെ, ആളുകളെ സംബന്ധിച്ചിടത്തോളം വില കുറയ്ക്കുന്നത് വലിയൊരു ആശ്വാസമാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ചേട്ടാ, ഈ പെട്രോള് ഡീസൽ വില ഇന്നിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 2 രൂപയാണ് കുറവ് വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം? ഇലക്ഷൻ എപ്പോഴും വരട്ടെ, ഇലക്ഷനേ എപ്പോഴും വരട്ടെ എന്ന് പറഞ്ഞേ. ഇലക്ഷൻ വരുമ്പോഴല്ലേ കുറക്കണത്. ആശ്വാസം. ഇലക്ഷന് എല്ലാ മാസവും ഇലക്ഷൻ ഉണ്ടാകണം. അല്ല, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സംസ്ഥാനം നികുതി പിടിക്കുന്നുണ്ട്, അതിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല, നേരത്തെയും വരുത്തിയില്ല. അപ്പൊ അതും കൂടെ ആകുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. അതും കൂടെ കുറക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടോ? അതുണ്ട്, നല്ല കാര്യമാണ്. അതായത് സർക്കാർ കുറച്ച് കഴിഞ്ഞാൽ അത്രയും കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നികുതികളിൽ സംസ്ഥാന സർക്കാർ കൂടി കുറവ് വരുത്തിയാണെങ്കിൽ അത് വലിയൊരു ആശ്വാസമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. പമ്പുമായി ബന്ധപ്പെട്ട് പമ്പിലെ ജീവനക്കാർ ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിലയുടെ കൃത്യമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ അതിന്റെ വില വിവരങ്ങളെല്ലാം പുറത്തു വിടുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസമൊക്കെ ഒന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതി? പെട്രോളിന് ഇന്നലെ വരെ 107 രൂപ 6.3 പൈസ ആയിരുന്നു. ഇപ്പൊ 105 രൂപ 4.5 പൈസ ആയിട്ടുണ്ട്. അത് നല്ലൊരു ഇതാണ്. കാരണം ഇപ്പൊ എല്ലാവരും കൂടുതലായിട്ട് അടിക്കാൻ തുടങ്ങും, നമുക്ക് സെയില് കൂടും. ഡീസലിനെ സംബന്ധിച്ചിടത്തോളം ഡീസൽ ഇന്നലെ വരെ 96 രൂപ ആയിരുന്നു, ഇപ്പൊ 94.45 പൈസ. 2 രൂപ പിന്നെയും അതിലും കുറച്ചിട്ടുണ്ട്. അതും ആളുകളെ സംബന്ധിച്ചിടത്തോളം ബസ്സുകാരും വലിയ വലിയ വണ്ടികളും കൂടുതലായിട്ട് അടിക്കാൻ തുടങ്ങും. നമുക്ക് കൂടുതലായിട്ട് അതിന്റെ ക്യാഷിന്റെ ഇത് കൂടും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേറെ സ്ഥലത്ത് നിന്നൊക്കെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്നില്ല, അപ്പൊ അവരും അടിക്കൽ കൂടുന്നോളും ക്യാഷിന്റെ ഇത് കൂടും, പണപ്പെരുപ്പം കൂടും നമുക്ക്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വില കുറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ചരക്ക് ലോറികൾ, വലിയ വാഹനങ്ങളെല്ലാം തന്നെ അവർ കൂടുതൽ പെട്രോൾ അടിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയുടെ വ്യത്യാസം ഈ ഒരു സാഹചര്യത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ പെട്രോൾ അടിക്കാൻ ആളുകൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചു, പെട്രോളിന് ഇപ്പോൾ 2 രൂപ കുറച്ചിട്ടുണ്ട്. ഇന്ന് 6 മണി മുതലാണ് കുറച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു വില കുറവിനെ കാണുന്നത്? ഇലക്ഷൻ വന്നോണ്ട് കുറച്ചെന്നാണുള്ളൂ, വേറെ ഒന്നുമില്ല, നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും ആശ്വാസമല്ലേ ആളുകളെ സംബന്ധിച്ചിടത്തോളം? അതെല്ലാവർക്കും ആശ്വാസമല്ല. മറ്റ് ആളുകളോട് കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തന്നെ ചോദിച്ചാൽ, ചേട്ടാ, പെട്രോളിനും ഡീസലിനും വില കുറച്ചിട്ടുണ്ട്. 6 മണി മുതലാണ് ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു സാധാരണക്കാരനെന്ന നിലയിൽ? നല്ല കാര്യം, എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് അപ്പോൾ അതേ സാഹചര്യത്തിൽ തന്നെ, അതായത് പെട്രോളിന് കേന്ദ്ര സർക്കാർ 2 രൂപ കുറച്ചു, പക്ഷെ സംസ്ഥാനം കുറയ്ക്കേണ്ട നികുതികളിൽ കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയായി തന്നെ നിലനിൽക്കില്ല. പിന്നല്ലേ, തീർച്ചയായിട്ടും. എന്താണ് പൊതുവായിട്ട് നമ്മളെ വിലക്കയറ്റത്തിനൊക്കെ വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? പിന്നല്ലേ, വില ഇനിയും പൊതുവെയുള്ള വിലക്കയറ്റമൊക്കെ കുറയാനുള്ള സാഹചര്യം കുറയുമെന്നാണ് വിശ്വസിക്കുന്നത്. കുറയുമെന്നല്ല, വില വർധനവിൽ വലിയൊരു ആശ്വാസം ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് ആളുകൾ തീർച്ചയായും പറയുന്നത്. അവരെ കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ നമുക്ക് വരുന്ന ബുള്ളറ്റിനുകളിൽ പോകാം. ഇപ്പോൾ